കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി പൊതുനിരത്തിൽ സഞ്ചരിച്ച യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിലുള്ളത് ഗുരുതരമായ പരാമർശങ്ങൾ. ഇയാൾ സ്ഥിരം കുറ്റക്കാരനാണെന്നും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നുവെന്നും ആ ഉത്തരവിൽ പറയുന്നു. ഇയാൾ വാഹനമോടിക്കുന്നത് പൊതുസമൂഹത്തിന് ഭീഷണിയാണെന്നും പൊതുസമൂഹത്തിലെ എല്ലാ മര്യാദകളും ലംഘിച്ചുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആലപ്പുഴ എൻഫോഴ്സ്മെൻറ്റ് ആർടിയുടേതാണ് ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ്. ഇതിൻ്റെ പകർപ്പ് സഞ്ജുവിന് നേരിട്ട് മോട്ടോർ വാഹന വകുപ്പ് കൈമാറി. ഇയാളുടെ യൂട്യൂബ് വീഡിയോകൾ പരിശോധിച്ചതിൽ നിന്ന് നിരന്തരം മോട്ടോർ വാഹന നിയമം ലംഘിച്ചതിനാലാണ് ഈ നടപടി. ഇയാൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതിയുടെ പരാമർശവുമുണ്ടായിരുന്നു. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റാണെന്നും കടുത്ത നടപടിയെടുക്കരുതെന്നും സഞ്ജു മോട്ടോർ വാഹന വകുപ്പിനോട് അഭ്യർത്ഥിച്ചു. ആജീവനാന്ത കാലത്തേക്കാണ് ലൈസൻസ് റദ്ദാക്കിയതെങ്കിലും സഞ്ജുവിന് അപ്പീൽ പോകാനുള്ള നിയമപരിരക്ഷ ലഭിക്കും. ഇയാൾ രൂപമാറ്റം വരുത്തിയ സ്വന്തം ഉടമസ്ഥതയിലുള്ള ടാറ്റ സഫാരി കാറിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് 1 വർഷത്തേക്ക് റദ്ദാക്കിയിരുന്നു. യൂട്യൂബ് വീഡിയോയുടെ പശ്ചാത്തലത്തിൽ വകുപ്പ് കേസെടുത്തതിന് പിന്നാലെ സഞ്ജു മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെയും അധിക്ഷേപിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. 10 ലക്ഷം രൂപ മുടക്കിയാൽ ലഭിക്കാത്ത പബ്ലിസിറ്റിയാണ് തനിക്ക് ലഭിച്ചതെന്നായിരുന്നു സഞ്ജുവിൻ്റെ പരിഹാസം. സഞ്ജു ടെക്കിക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. യൂട്യൂബർക്ക് പണക്കൊഴുപ്പിൻ്റെ അഹങ്കാരമാണെന്നും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കടുത്ത നടപടി സ്വീകരിക്കുമെന്നുമാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. യൂട്യൂബിലെ വീഡിയോയ്ക്ക് റീച്ച് കൂട്ടാൻ ഇനിയും നിയമലംഘനങ്ങളുമായി വരാത്ത തരത്തിൽ മുൻ വീഡിയോകളിലെ നിയമലംഘനങ്ങളടക്കം പരിശോധിച്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. പണമുള്ളവൻ കാറിലല്ല സ്വിമ്മിംഗ് പൂൾ പണിയേണ്ടത്, വീട്ടിൽ പണിയണം. ഭ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് നമ്മളായി റീച്ചുണ്ടാക്കി കൊടുക്കരുത്. മോട്ടോർ വാഹന വകുപ്പിനെതിരെയുള്ള വെല്ലുവിളി വേണ്ട, പഴയ കാലമല്ലെന്നും ഗണേഷ് കുമാർ ഓർമ്മിപ്പിച്ചു.